ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 1-2-2026 5ാം ക്ലാസ്സിൻ്റെ പൊതുപരീക്ഷ അൽ ഫിഖ്ഹുൽ ഇസ്ലാം നടന്നതിൻ്റെ ചോദ്യപേപ്പറുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളൊക്കെ നോക്കി ഉത്തരങ്ങളൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ഒന്നാമത് കോളത്തിൽ ശരിയായപ്പെടുത്താനുള്ള ചോദ്യങ്ങളാണ്. എന്താണ്? ഇവർ ഇരട്ടി സമ്പാദിക്കുന്നവരാണെന്ന് ഖുർആൻ പറഞ്ഞു. ആരാണ്? സക്കാത്ത് നൽകുന്നവർ ഇരട്ടി സമ്പാദിക്കുന്നവരാണ്. 2. നോമ്പ് പിടിക്കൽ സുന്നത്തുള്ള ദിവസം. ഇവിടെ നോമ്പ് പിടിക്കൽ സുന്നത്തുള്ള ദിവസം മുഹറം 10 ആണ്. ആഷൂറ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആഷൂറ മുഹറം 10 എന്നതാണ് അവിടെ ശരിയായപ്പെടുത്തേണ്ടത്. അടുത്തതാ, 2 പേർക്ക് വേണ്ടി ഫിത്ർ സക്കാത്ത് കൊടുക്കണം. ഒരാൾക്ക് 1 സ്വാവ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 2 ആൾക്ക് 2 സ്വാവ് എന്നതാണ് അവിടെ ശരി. ഒരാൾക്ക് 1 സ്വാവ്, അപ്പോൾ 2 ആൾക്ക് 2 സ്വാവ്. അടുത്തതെന്താണ്? പരിശുദ്ധ കഅബയെ 7 പ്രാവശ്യം ചുറ്റലാണ് തവാഫ്. പരിശുദ്ധ കഅബയെ 7 പ്രാവശ്യം ചുറ്റലാണ് തവാഫ്. പ്രസവിച്ച കുഞ്ഞിനെ പോലെ പാപമില്ലാത്തവനായി തീരുന്ന കർമ്മം എന്താണ്? 50 തവാഫ് ചെയ്തവർ പ്രസവിച്ച കുഞ്ഞിനെ പോലെ പാപമില്ലാത്തവനായി തീരും. അടുത്തെന്താണ്? മദീനയിൽ സ്ഥിതി ചെയ്യുന്നത് എന്താണ്? ജന്നത്തുൽ ബഖിയാണ്. ജന്നത്തുൽ മുഅല്ല മക്കയിൽ. ജബലുൻ നൂർ അതും മക്കയിലെ ഹിറാ ഗുഹയിലാണ് ജബലുൻ നൂർ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അടുത്തതെന്താണ്? ചേരുംപടി ചേർക്കാൻ. നിക്കാഹിൻ്റെ റുക്നിൽ പെട്ടതാണ് 2 സാക്ഷികൾ എന്ന ഓപ്ഷൻ ഡി. അടുത്തത് സക്കാത്തിൻ്റെ അവകാശികളിൽ പെട്ടതാണ് യാത്രക്കാർ, ഓപ്ഷൻ സി. മിനായിൽ രാപ്പാർക്കണം ഹാജിമാർ, ഓപ്ഷൻ എ. മാതാപിതാക്കളുടെ ഖബർ സിയാറത്ത് ചെയ്യൽ സുന്നത്തുള്ളവർ പുരുഷന്മാർ, ഓപ്ഷൻ ഇ. സ്വർണം വിൽക്കലും വാങ്ങലും പാടില്ല. ആർക്കാണ്? ഓപ്ഷൻ ബി, കുട്ടികൾ. ഇനി വിട്ട ഭാഗം പൂരിപ്പിക്കാൻ. മരിച്ചവരുടെ മേൽ സൂറത്ത് യാസീൻ ഓതണമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. സൂറത്ത് യാസീൻ. സക്കാത്ത് മറ്റുള്ളവരുടെ അവകാശമാണ്, അത് പിന്തിക്കാൻ പാടില്ല. മറ്റുള്ളവരുടെ അവകാശമാണ്. റജബ് ഡേഷിന് നോമ്പ് പിടിക്കൽ സുന്നത്താണ്. എന്നാണ്? റജബ് 27 നോമ്പ് പിടിക്കൽ സുന്നത്താണ്. കഅബ ഷരീഫയെ ഡേഷ് ഭാഗത്താക്കി തവാഫ് ചെയ്യണം. കഅബ ഷരീഫയെ ഇടതു ഭാഗത്താക്കിയിട്ട് തവാഫ് ചെയ്യണം. അടുത്തത് നിക്കാഹ് ഡേഷിൽ വെച്ചാവൽ സുന്നത്താണ്. എവിടെയാണ്? മസ്ജിദിൽ വെച്ചാവൽ സുന്നത്താണ്. മിൻഹാ ഖലഖ്നാക്കും ഡേഷ് വമിൻഹാ നുഖ്രിജുക്കും താറത്തൻ ഉഖ്റ. എന്താണ്? മിൻഹാ ഖലഖ്നാക്കും വഫീഹാ നുഈദുക്കും എന്നാണ് നമ്മൾ ചേർത്ത് കൊടുക്കണം. അടുത്ത ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാൻ. ഓരോ വർഷവും ചുരുങ്ങിയത് എത്ര ഗ്രാം സ്വർണം കൈവശം വെച്ചാലാണ് സക്കാത്ത് നിർബന്ധമാവുക? എത്ര ഗ്രാമാണ്? 85 ഗ്രാം കൈവശം വെച്ചാലാണ് സക്കാത്ത് നിർബന്ധമാവുക. അടുത്തതാ, നോമ്പിലുള്ള തെറ്റുകളെ ശുദ്ധീകരിക്കുന്ന കർമ്മം ഫിത്ർ സക്കാത്ത്. നോമ്പിലുള്ള തെറ്റുകളെ ശുദ്ധീകരിക്കുന്ന കർമ്മമാണ് ഫിത്ർ സക്കാത്ത്. ഷഅബാൻ 15 പറയുന്ന പേരെന്ത്? ഷഅബാൻ 15 പറയുന്ന പേരാണ് യൗമു ബറാഅത്ത് ദിനം എന്ന് പറയുന്നു. അടുത്തതാ, ഉംറ ചെയ്യുന്നവർ അവസാനമായി ചെയ്യേണ്ട കർമ്മം ഏതാണ്? അവസാനമായി ചെയ്യേണ്ട കർമ്മം മുടി കളയലാണ്. ഉംറയിൽ അവസാനമായി ചെയ്യുന്ന കർമ്മം മുടി കളയലാണ്. അവിടെ സഅയിന് ശേഷം മുടി കളഞ്ഞ് ഉംറയിൽ നിന്ന് തഹല്ലുലായുന്നുണ്ട്. അപ്പോൾ അവിടെ മുടി കളയലാണ്. അടുത്ത എന്താണ്? ദുൽഹിജ്ജ 9 ഹാജിമാർ നിൽക്കണം. എവിടെ? അപ്പോൾ അവിടെ നമുക്ക് അറഫയിൽ സംഗമിക്കണം എന്ന് എഴുതാം. ദുൽഹിജ്ജ 9 രാവിലാണ് മിനായിൽ രാപ്പാർക്കൽ. ദുൽഹിജ്ജ 9 അറഫയിൽ സംഗമിക്കണം എന്നതാണ് അവിടെ ആൻസർ എഴുതേണ്ടത്. അവിടെ 9 രാവ് ഉണ്ടെങ്കിൽ നമുക്ക് മിനായിൽ രാപ്പാർക്കണം എന്ന് എഴുതാം. അടുത്തത്, ഹംസത്ത് ഖറാർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ മദീനയിൽ എവിടെയാണ്? ഉഹ്ദിലാണ്. മദീനയിലെ ഉഹ്ദിലാണ്. അത് എഴുതാം. ഇനി ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനാണ്. കടം വാങ്ങുന്നത് പലിശയാകും എപ്പോൾ? കടത്തിന് നിശ്ചിത വിഹിതം നൽകാമെന്ന് വ്യവസ്ഥ ചെയ്ത് കടം വാങ്ങിയാൽ പലിശയാകും. കടത്തിന് നിശ്ചിത വിഹിതം നൽകാമെന്ന് വ്യവസ്ഥ ചെയ്ത് കടം വാങ്ങിയാൽ അത് പലിശയാകും. അടുത്തതാ, ഭാര്യ ഭർത്താക്കന്മാർ എങ്ങനെ ജീവിക്കണം?
പരസ്പരം സ്നേഹത്തോടെ സഹകരിച്ചും പരസ്പരം വിട്ടുവീഴ്ച ചെയ്തും ജീവിക്കാൻ ഭാര്യ ഭർത്താക്കന്മാർ ബാധ്യസ്ഥരാണ്. അതെഴുതുക. അടുത്തതെന്താണ്? മരണത്തെ കൂടുതൽ ഓർക്കുന്നവരെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതെന്ത്? ജനങ്ങളിൽ ഏറ്റവും ബുദ്ധിമാനും മാന്യനുമായ വ്യക്തി മരണത്തെ ഓർക്കുന്നവനാണ്. ജനങ്ങളിൽ ഏറ്റവും ബുദ്ധിമാനും മാന്യനുമായ വ്യക്തി മരണത്തെ കൂടുതൽ ഓർക്കുന്നവനാണ്. അടുത്ത ഫിത്ർ സക്കാത്ത് നൽകണം. ആരൊക്കെയാണ് ഫിത്ർ സക്കാത്ത് നൽകേണ്ടത്? പെരുന്നാളിൻ്റെ പകലിലെയും രാത്രിയിലെയും ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നിവക്കുള്ള പണം കഴിച്ച് മിച്ചമുള്ളവൻ തൻ്റെയും ആശ്രിതരുടെയും ഫിത്ർ സക്കാത്ത് നൽകണം. അടുത്തത് നോമ്പുകാരന് 2 സന്തോഷമുണ്ട്. എപ്പോഴെല്ലാമാണ്? നോമ്പ് തുറക്കുമ്പോഴും തൻ്റെ റബ്ബിനെ പരലോകത്ത് കണ്ടുമുട്ടുമ്പോഴും. നോമ്പ് തുറക്കുമ്പോഴും പരലോകത്ത് തൻ്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴും 2 സന്തോഷങ്ങൾ. അടുത്ത ചോദ്യം, ഹജ്ജിന് ഇഹ്റാം ചെയ്താൽ ഹറാമാകുന്ന 4 കാര്യങ്ങൾ എഴുതുക. ഹജ്ജിന് ഇഹ്റാം ചെയ്താൽ നമ്മൾ ഉംറയുടെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, അത് തന്നെയാണ് എഴുതേണ്ടത്. സുഗന്ധം പുരട്ടാൻ പാടില്ല, എണ്ണ ഇടാൻ പാടില്ല, നഖം വെട്ടാൻ പാടില്ല, മുടി മുറിക്കാൻ പാടില്ല. നമ്മൾ പിന്നെയും പഠിച്ചിട്ടുണ്ട്. പുരുഷന്മാർ തല മറക്കുക, ചുറ്റി തുന്നിയ വസ്ത്രം ധരിക്കുക, സ്ത്രീകൾ മുഖം മറയ്ക്കുക, കയ്യുറക ധരിക്കുക. ഇതൊന്നും ഇഹ്റാം ചെയ്താൽ ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് ഹജ്ജിനും ഉംറക്കും ഇഹ്റാം ചെയ്താൽ ഹറാമാകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടുന്ന് 4 എഴുതുക. അടുത്ത എന്താണ്? ഭൂമിയിലുള്ള സ്വർഗീയ പൂന്തോപ്പ് ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഷരീഫിനും മിമ്പറയ്ക്കും ഇടയിലുള്ള സ്ഥലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൻ്റെയും മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലമാണ് ഭൂമിയിലെ സ്വർഗീയ പൂന്തോപ്പ്. അടുത്ത ഇനി നമുക്ക് 5 വരി കുറയാതെ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് എഴുതിയാൽ മതി. ഇവിടെ വഖഫ് ചെയ്യലും വാടകയ്ക്ക് കൊടുക്കലും ഉണ്ട്. പിന്നെ ഫിത്ർ സക്കാത്തും ഹിറാ ഗുഹയും. ഇതിൽ നിന്ന് ഏതെങ്കിലും ഓരോ ചോദ്യത്തിൽ നിന്ന് ഓരോന്ന് എഴുതാം. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി എഴുതിയിട്ടുണ്ടാവുമെന്ന് കരുതട്ടെ. എത്രയാണ് ഈ ചോദ്യപേപ്പറിൽ വന്നത്? നമുക്ക് അടുത്ത ചോദ്യപേപ്പറുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.